ഹായ് മക്കളെ, സ്റ്റഡി വൈബിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മളുടെ മൂന്നാമത്തെ ക്ലാസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം റിവിഷൻ ക്ലാസ് കേൾക്കുക. അപ്പോൾ നമുക്ക് അതിലെ പോയിൻറ്റുകളൊക്കെ കൂടുതലായിട്ട് ഓർക്കാനായിട്ട് സാധിക്കും. നമുക്ക് തേർഡ് ചാപ്റ്റർ, ഈ ചാപ്റ്ററിൽ ഞാൻ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം എടുത്തു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മോഡൽ എക്സാമിന് കുറച്ചത് ഗുണം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അതൊന്ന് അത് മാത്രം ഒന്ന് എടുത്തിട്ട് പോകുള്ളൂ, അത് മാത്രം ഒന്ന് കേൾക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ പൊളിറ്റിക്സ് ഓഫ് പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്, ആസൂത്രിത വികസനത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ രാജ്യത്തിൽ എന്തൊക്കെയാണ് വികസനത്തിൻ്റെ പ്രത്യേകത? അതായത് ശരിക്കും നമുക്ക് വികസനം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും ക്ഷേമം ഉറപ്പുവരുത്തണമെങ്കിൽ എന്താവശ്യമാണ്? വികസനം ആവശ്യമാണ്. അതായത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫോർ എവരി വൺ എന്നാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് വികസനം ഡെവലപ്മെൻറ്റ് ആവശ്യമാണ്. പക്ഷേ അത് നമുക്ക് ഇടയിലേക്ക് ചില ചാലഞ്ചസ്, അതായത് ചില പ്രശ്നങ്ങൾ നമുക്ക് തരാനായിട്ട് സാധ്യതയുണ്ട്. എന്താണ് ആ പ്രശ്നങ്ങൾ വരുന്നത് ചോദിച്ചാൽ, ഒരു ഭാഗം വികസിക്കുമ്പോൾ മറുഭാഗത്ത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഇന്ത്യയിലും വിദേശങ്ങളിലും ഒക്കെ നിറയെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്, റോഡുകൾ വരുന്നുണ്ട്, കമ്പനികൾ നിറയെ വരുന്നുണ്ട്. അപ്പോൾ കുറേ പേർക്ക് ജോലി കിട്ടും. നല്ല റോഡുകളൊക്കെ ഉണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം വളരെ സുഗമമായിരിക്കും. അത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വഴിയൊരുക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ റോഡുകളുടെ വീതി കൂടുമ്പോൾ സ്വാഭാവികമായും അവിടെ വീടുകൾ നഷ്ടമാകുന്നൊരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് കൂടുതൽ അതായത് സ്വന്തം സ്ഥലം ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥ വരുന്നു. ചിലർക്ക് വേഗം വീടുകൾ കിട്ടുന്നുണ്ടാവാം, പക്ഷെ മറ്റു ചിലർക്ക് അതൊന്നും കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന കാര്യങ്ങളാണ്. അതുപോലെ മൈനിങ് സെൻറ്ററുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ മൈനിങ് സെൻറ്ററുകളിൽ ചെയ്തു വരുന്ന ഒരു കാര്യം, ഭൂമിക്കടിയിലേക്കാണ് ഇത് കുഴിച്ചെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഭൂമിക്കടിയിൽ കുറേ ദൂരം പോയി കഴിഞ്ഞ ശേഷം, അതായത് നമ്മൾ ആദ്യം സ്ട്രൈറ്റ് ആയിട്ട് ഉള്ളിലേക്ക് പോകും, പിന്നെ കുറേ കഴിയുമ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഭൂമിയുടെ ഉള്ളിൽ ഇങ്ങനെ തുരങ്കം പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ സ്ട്രക്ചറിനെ ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായും നാച്ചുറൽ അകാലിറ്റീസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പ്രകൃതി ക്ഷോഭങ്ങളും പ്രശ്നങ്ങളും, അതായത് ഉരുൾപൊട്ടലോ ഭൂമി കുലുക്കോ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ കാര്യമായിട്ട് ബാധിക്കുന്നൊരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗുണം തന്നെയാണ് പലതും, എങ്കിലും നമുക്ക് ഒരുപാട് നഷ്ടങ്ങളും സംഭവങ്ങളും ഒക്കെ ഇത് ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ നമ്മൾ മൈനിങ് സെൻറ്ററുകളൊക്കെ ആരംഭിക്കുമ്പോൾ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ പോസ്കോ കമ്പനിയെക്കുറിച്ചാണ് പറയുന്നത്. ഒറീസയിൽ ആരംഭിച്ച പോസ്കോ കമ്പനി. ഈ കമ്പനികളൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്ത് നിന്നും ഈ സാധനം കോൺട്രാക്റ്റ് എടുക്കുന്ന കമ്പനി ഈ മൈനിങ് സെൻറ്ററിലെ മാക്സിമം കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തിലാണ് വരിക. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തെ കൂടുതലായിട്ട് നമ്മളുടെ സോഴ്സസിനെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതൊക്കെ നമുക്കൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്നുള്ളതിൽ നമുക്കൊരു കാര്യം ഉറപ്പായിട്ടുള്ളത് എന്താ വെച്ചാൽ, നമ്മളുടെ രാജ്യത്തിൽ നമ്മളുടെ രാജ്യം എത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടായാലും നമ്മളുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അന്യരാജ്യങ്ങളെ ആശ്രയിക്കുന്നു. അതായത് കോൺട്രാക്റ്റ് എടുക്കുന്ന കമ്പനികൾ വിദേശത്തേക്ക് ആയിരിക്കും. അപ്പോൾ അവർ നമ്മളെ മാക്സിമം ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ, നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് വരിക. ഇനി നമുക്കിതിൽ ഇവിടുന്ന് ഫസ്റ്റ് പോർഷൻ എന്നൊക്കെ ഒരു മിനിമം കാര്യങ്ങൾ പഠിച്ചാൽ മതി. ബാക്കി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്യുള്ളൂ. അപ്പോൾ ഡെവലപ്മെൻറ്റ് മോഡൽസിന് എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്തിലെ ഡെവലപ്മെൻറ്റിന് മോഡൽസ് ഉള്ളത് എന്നുള്ളൊരു ഫ്ലോ ചാർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, 1 വേർഡ് ക്വസ്റ്റിന്. ഒന്ന്, മോഡൽസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഫ്ലോ ചാർട്ടിൽ ലിബറൽ ക്യാപിറ്റലിസ്റ്റ് മോഡൽ ആസ് ഇൻ യൂറോപ്പ് ആൻഡ് USA. മോഡൽസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ ലിബറൽ ക്യാപിറ്റലിസ്റ്റ് മോഡൽ നമ്മൾ കാണുന്നത് യൂറോപ്പ് ആൻഡ് USA ആണ്. മറ്റൊന്ന് സോഷ്യലിസ്റ്റ് മോഡൽ ആസ് ഇൻ ദി USSR എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും നോട്ട് ചെയ്ത് വയ്ക്കുക. ഒന്ന് USSR മോഡലും മറ്റൊന്ന് US മോഡലുമായിട്ടുള്ള ക്യാപിറ്റലിസ്റ്റും സോഷ്യലിസ്റ്റും. അത്രയും നോട്ട് ചെയ്ത് വയ്ക്കുക, അത് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്കറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പ്ലാനിങ് എന്ന് പറയുന്ന കാര്യം. ഈ ചാപ്റ്ററിൽ നമുക്ക് പ്ലാനിങ് വേണം. അതായത് നമുക്ക് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് വേണമെങ്കിൽ നമുക്ക് ആദ്യം പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ പ്ലാനിങ് നമ്മളെ എങ്ങനെ സഹായിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ രാജ്യത്തിൽ ടോട്ടൽ ഇൻകം എത്രയുണ്ട്, നമുക്ക് എത്ര ആൾക്ക് ഡെവലപ്മെൻറ്റ് വേണം, ടോട്ടൽ പോപ്പുലേഷൻ എത്രയുണ്ട്,
ഇവിടെ ഒരു കമ്പനി ഓപ്പൺ ചെയ്താൽ ആ കമ്പനിക്ക് എത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, എത്ര ലേബറെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ എവിടേക്കാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, അത് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഭൂമിയിൽ നിന്നും എടുക്കേണ്ടതായിട്ട് വരും, അതേപോലെ തന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യേണ്ടത് എവിടേക്കാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കറിയേണ്ടത് ഇതൊക്കെ ചെയ്യുന്നതിനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിൽ പ്ലാനിങ് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് 1950 മാർച്ചിൽ ഇന്ത്യ ഗവൺമെൻറ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ് അന്ന് ഒരു പ്ലാനിങ് കമ്മീഷന് രൂപം നൽകി. ആ പ്ലാനിങ് കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മുടെ ഇന്ത്യയിൽ പ്ലാനിങ് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് ആ പ്ലാനിങ് കമ്മീഷൻ്റെ എയിമിൽ 2 കാര്യങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഒന്ന്, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ജോലി കിട്ടണം. സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അത് ഉറപ്പ് വരുത്തണം. എന്ത് ഉറപ്പ് വരുത്തണം? ജോലി ഉറപ്പ് വരുത്തണം. അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ, അതായത് അവരുടെ ഡെയിലി ലൈഫിനുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തും. ദാറ്റ് ദ സിറ്റിസൺസ് മെൻ ആൻഡ് വുമൺ ഈക്വലി ഹാവ് ദി റൈറ്റ് ടു ആൻ ആഡിക്വേറ്റ് മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. നിത്യജീവിതത്തിന് അവർ ബുദ്ധിമുട്ടില്ലാതെ പോയിക്കൊണ്ടിരിക്കണം. സെക്കൻഡ് വൺ, that the ownership and control of the material resources of the community are so distributed as best to subserve the common food. രാജ്യത്തിൻ്റെ ഭൗതിക വിഭവങ്ങളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും പൊതുനന്മയ്ക്ക് ഗുണകരമായ വിധത്തിൽ വിതരണം ചെയ്യുക. എന്നുവെച്ചാൽ നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ സ്വർണ്ണമുണ്ട്, പെട്രോളിയം ഉണ്ട്, ഇരുമ്പ്, ചെമ്പ്, അലുമിനിയം, അങ്ങനെ നിറയെ സാധനങ്ങൾ, ബോക്സൈറ്റ്, അങ്ങനെ പല സാധനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. മഗ്നീഷ്യം എല്ലാം ഉണ്ട്. നാച്ചുറലായിട്ടുള്ള എല്ലാ മൈനിങ് സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ. അത് നമ്മളിപ്പോൾ വിദേശ രാജ്യത്തിൻ്റെ കമ്പനിക്ക് അവർ മൊത്തം അവർ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകും. നമുക്ക് ലേബർ എന്ന പോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, സാധനങ്ങൾ അവർ കൊണ്ടുപോകും. അപ്പോൾ അതേ പകരം നമ്മുടെ കൈവശമുള്ള സോഴ്സസ് നമുക്ക് എങ്ങനെ ഗുണം ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഏതെങ്കിലും സാമ്പത്തിക വ്യവസ്ഥയുടെ സമ്പത്തിൻ്റെയോ ഉൽപ്പാദന ഉപാധികളുടെയോ ഒരാളിൻ്റെ കയ്യിൽ മാത്രം സമ്പത്ത് കേന്ദ്രീകരിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്. അതായത് ദ ഓപ്പറേഷൻ ഓഫ് ദ എക്കണോമിക് സിസ്റ്റം ഡസ് നോട്ട് റിസൾട്ട് ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ടു ദി കോമൺ ഡിറ്റർമെൻറ്റ്. നമ്മൾ ആരില്ലെങ്കിലും ഒരാളിലേക്ക് മാത്രമായിട്ടത് ഒതുങ്ങുന്ന നടപടികൾ ഉണ്ടാവരുത് എന്നുള്ളതാണ് പ്രത്യേകത. ഇനി ഇത് ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്, ഇത്രയും നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ പ്ലാനിങ് കമ്മീഷൻ ആരംഭിച്ചത് 1950 മാർച്ച് മാസത്തിലാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ്. ഈ പ്ലാനിങ് കമ്മീഷൻ മോദി ഗവൺമെൻറ് വന്ന ശേഷം അറിയപ്പെടുന്നത് നീതി ആയോഗ് എന്ന പേരിലാണ്. അപ്പോൾ അതൊരു 1 വേർഡ് ക്വസ്റ്റ്യനാണ്. പ്ലാനിങ് കമ്മീഷൻ്റെ പുതിയ നെയിം എന്താണ്, പുതിയ പേരെന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ പ്ലാനിങ് കമ്മീഷൻ്റെ പുതിയ പേരാണ് നീതി ആയോഗ്. നെഹ്റു ഫോം ചെയ്തിട്ടുള്ള പ്ലാനിങ് കമ്മീഷനായാലും മോദി മാറ്റിയെടുത്ത നീതി ആയോഗ് ആയാലും രണ്ടിൻ്റെയും ചെയർമാൻ എന്ന് പറയുന്നത്, പ്ലാനിങ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണോ ചോദിക്കും. പ്ലാനിങ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ തന്നെയാണ്, അത് മറക്കരുത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പ്ലാനിങ് കമ്മീഷൻ്റെ ചെയർമാൻ. ആരാണോ ആ സമയത്ത് പ്രധാനമന്ത്രിയായി വരുന്നത് ആ വ്യക്തിയായിരിക്കും അതിൻ്റെ ചെയർമാനായിട്ടും വരുന്നത്. അപ്പോൾ അത് മറക്കരുത്. പ്ലാനിങ് കമ്മീഷൻ 1950 രൂപം കൊണ്ടു. അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അതിന് മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം നീതി ആയോഗ് എന്ന് പേര് മാറ്റിയെങ്കിലും അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാനിങ് കമ്മീഷൻ പോലെ തന്നെയാണ്. പ്ലാനിങ് കമ്മീഷൻ്റെ ചെയർമാനും പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് നമ്മുടെ ഇന്ത്യ വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ട് പഞ്ചവത്സര പദ്ധതികൾക്ക് രൂപം നൽകിയിരുന്നു. അതായത് 5 കൊല്ലം കൊണ്ട് സോവിയറ്റ് യൂണിയനുമായുള്ള ബന്ധം ആരംഭിച്ച നെഹ്റു ആണ് അത്തരത്തിലൊരു കാര്യം മനസ്സിലാക്കിയത്. കാരണം സോവിയറ്റ് യൂണിയൻ്റെ വളർച്ചയ്ക്ക് പ്ലാനിങ് കമ്മീഷൻ ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയനെ പോലെ നമ്മളും എന്ത് നടപ്പിലാക്കണം, പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കണം. അങ്ങനെ പഞ്ചവത്സര പദ്ധതികൾ, 5 ഇയർ പ്ലാൻസ് കൊണ്ടുവന്നാൽ രാജ്യത്തെ ഒരു പരിധിവരെ പുരോഗതിയിലേക്ക് എത്തിക്കാം എന്ന് മനസ്സിലാക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ അതായത് 5 കൊല്ലത്തേക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് തയ്യാറാക്കുക, വരവിനെക്കുറിച്ചും ചെലവുകളെക്കുറിച്ചും ഒരു ഗവൺമെൻറ്റിൻ്റെ പ്ലാന് തയ്യാറാക്കുക എന്നതായിരുന്നു അതിൻ്റെ എയിം എന്ന് പറയുന്നത്. ഇനി എന്താണ് 2 തരം ബഡ്ജറ്റാണ് പറഞ്ഞത് രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി. ഒന്ന് പ്ലാൻ ബഡ്ജറ്റ്, മറ്റൊന്ന് നോൺ പ്ലാൻ ബഡ്ജറ്റ് എന്ന് പറയും. അതായത് നോൺ പ്ലാൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് വേണ്ട
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ചാണ് നോൺ പ്ലാൻ ബഡ്ജറ്റിൽ ഒരു വർഷത്തേക്കുള്ള വരവിനെക്കുറിച്ചും ചെലവിനെക്കുറിച്ചും ഉള്ളത്. രണ്ടാമത്തേത് പ്ലാൻ ബഡ്ജറ്റാണ്. അത് ഏത് കാര്യത്തിനാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത് അതിനെക്കുറിച്ചുള്ള ബഡ്ജറ്റാണ് പ്ലാൻ ബഡ്ജറ്റ് എന്ന് പറയാം. അപ്പം നമ്മളുടെ പഞ്ചവത്സര പദ്ധതികളിൽ കുറേ പദ്ധതികൾ ഇപ്പോൾ ഉണ്ട്. നമുക്കതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 നോട്ട് ചെയ്ത് വയ്ക്കാം. ഈ 3 പരീക്ഷയ്ക്ക് ഷുവർ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ച് പഠിച്ചെടുത്തോളൂ. ഒന്നുകിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് 5 പ്ലാൻസ് ഒരുമിച്ച് ചോദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു 1 വേർഡെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് കമ്പൾസറി ആയിട്ട് പഠിച്ചു വയ്ക്കുക ഇവിടെ നിന്നുള്ള പോർഷൻ. അപ്പോൾ ആദ്യത്തെ പോർഷനുകൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, അറിയണം നമുക്ക്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പരീക്ഷയ്ക്ക് ക്യാപ്പബിൾ ആവേണ്ടെന്നുള്ളത് കൊണ്ടാണ് വിട്ടുപോയത്. 1951 ഫസ്റ്റ് ഫയർ പ്ലാൻ നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതി എന്ന് നോട്ട് ചെയ്യുക, അതിൻ്റെ ഇയർ ഓർത്ത് വയ്ക്കുക. 1951 ടു 1956 ഇതാണ് 1ാം പഞ്ചവത്സര പദ്ധതി. ഇനി നമുക്ക് ഈ പദ്ധതി ആരാണ് തയ്യാറാക്കിയത്? ഡോക്ടർ KN രാജ്. അപ്പോൾ 3 കാര്യങ്ങൾ മനസ്സിലോർത്ത് വയ്ക്കുക. 1951-56 ഫസ്റ്റ് ഫയർ പ്ലാൻ വരുന്നത്. ഡോക്ടർ KN രാജാണ് അതിന് നേതൃത്വം നൽകുന്നത്, അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ രംഗത്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക, കാർഷിക മേഖലയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം നമുക്ക്? 1ാം പഞ്ചവത്സര പദ്ധതി 1951 ടു 56 ഡോക്ടർ KN രാജ ആസൂത്രണം ചെയ്യുന്നു. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക എന്നാണ്. ഇനി ഇതിനൊരു ഇമ്പോർട്ടൻ്റ് കൂടി ഉണ്ടായിരുന്നു, അതായത് സാവധാനം മുന്നേറുക എന്നതാണ് ഇതിൻ്റെ എയിമെന്ന് അദ്ദേഹം പറഞ്ഞത്. അതായത് ഹാസ്റ്റൺ സ്ലോലി എന്നാണ്. വികസനം കുറച്ച് സ്ലോ ആയിട്ട് മതി, ഒരു 10-20 വർഷത്തിനകം ഇതിൻ്റെ ലക്ഷ്യം കിട്ടും എന്നാണ് പറഞ്ഞത്. ഇനി ഇവർ അഗ്രികൾച്ചർ സെക്ടറിലാണ് പറഞ്ഞത്. ഇവരെന്താ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമുകൾ പണി കഴിപ്പിക്കുക, അണക്കെട്ടുകൾ പണി കഴിപ്പിക്കുക എന്നതായിരുന്നു. കാരണം നമ്മൾ മഴയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മഴക്കാലത്ത് കിട്ടുന്ന വെള്ളം ഡാമുകൾ ശേഖരിച്ച് വയ്ക്കുക എന്നുള്ളതായിരുന്നു ഏതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? കാർഷിക മേഖലയുടെ ലക്ഷ്യം, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ ബക്രാനങ്കൽ അണക്കെട്ട് പോലെയുള്ള വലിയ വലിയ പദ്ധതികൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ലാൻഡ് റിഫോംസ് ആക്റ്റുകൾ കൊണ്ടുവന്നു. നാഷണൽ ഇൻകം വർദ്ധിപ്പിക്കുക, ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ചെലവ് കുറച്ചുകൊണ്ട് വരുമാനം കൂട്ടുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഗവൺമെൻറ് പോയത്. അങ്ങനെ ഫസ്റ്റ് ഫയർ പ്ലാനിൽ കുറേ കാര്യങ്ങളിലൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് അടുത്ത അറിയേണ്ടത് സെക്കൻഡ് ഫയർ പ്ലാൻസിനെ കുറിച്ചാണ്. സെക്കൻഡ് ഫയർ പ്ലാൻസ് എന്ന് പറയുന്നത് അതിൻ്റെ വർഷം നോട്ട് ചെയ്ത് വയ്ക്കുക. സെക്കൻഡ് ഫയർ പ്ലാനിൽ 1951 ടു 56 ഫസ്റ്റും 56 ടു 61 സെക്കൻഡ് പരിപാടി. അപ്പോൾ അത് അത്രയും നോട്ട് ചെയ്ത് വയ്ക്കുക. 1956 മുതൽ 1961 വരെ 2ാം പദ്ധതി. ഒന്നുകൂടി പറയാം, 1951 ടു 56 1ാമത്തെ പദ്ധതി കാർഷിക മേഖലയ്ക്ക് ഡോക്ടർ KN രാജ്. 1956 ടു 1961 വരെ 2ാം പഞ്ചവത്സര പദ്ധതി. അതിൽ PC മഹലനോബിസ് എന്ന് പറയുന്ന ആളാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. അതിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് അദ്ദേഹമാണ്. ഇതിൽ ഇൻഡസ്ട്രിയൽ മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്, ഘനവ്യവസായ മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തു വന്നിരുന്നത്. ഹെവി ഇൻഡസ്ട്രീസിന് പ്രാധാന്യം കൊടുത്തു വന്നിരുന്നു. അതായത് മറ്റേതിന് ഹാസ്റ്റേൺ സ്ലോലി എന്നാണ് അതിൻ്റെ സ്ലോഗനെങ്കിൽ ഇവിടെ ക്യുക്ക് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ, ദ്രുതഗതിയിൽ വളർച്ച നേടിയെടുക്കുക എന്ന ലക്ഷ്യം കൂടി ഇവിടെ ഉണ്ടായിരുന്നു. വളരെ വേഗത്തിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും അതായത് വ്യക്തി വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ 2ാം പദ്ധതി ഒരുപാട് പ്രാധാന്യം കൊടുത്തു വന്നിരുന്നു. സോഷ്യലിസ്റ്റ് പാറ്റേൺ മാതൃകയിൽ മാതൃകയിലാണ് അവർ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. വ്യവസായങ്ങളെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തു. ഇറക്കുമതി ഇമ്പോർട്ടിന് ഒരുപാട് ടാക്സ് ഈടാക്കി. നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മളവിടെ തന്നെ വിറ്റ് പോകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഇലക്ട്രിസിറ്റി, റെയിൽവേ, അതുപോലെ തന്നെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, മെഷീൻ മെയ്ഡുകൾ, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അതായത് സ്വാഭാവികമായിട്ടും വ്യാവസായിക മേഖല പുരോഗതിയിലേക്ക് എത്തിക്കണം എന്നുള്ളതിനാൽ
ആഗോള വിപണിയിലേക്കുള്ള സാങ്കേതികവിദ്യ കൂടി ഇതിന് ലക്ഷ്യമായി കണ്ടു. നിറയെ പൈസ ചിലവാക്കിയിട്ട്, ധാരാളം പണം ചിലവാക്കിയിട്ടാണ് ഇത് വ്യവസായ മേഖല പുരോഗതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അപ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ 1956 ടു 1961 ദ്രുതഗതിയിലെ വികസനം എന്നുള്ളതാണ് ലക്ഷ്യം. ഘനവ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. PC മഹൽനോബീസാണ് ഇതിന് രൂപം നൽകിയത്. സോഷ്യലിസ്റ്റ് പാറ്റേൺ സൊസൈറ്റിയാണ് അത് ലക്ഷ്യം വെച്ചത്. അതുപോലെ തന്നെ ഈ കമ്പനി റെയിൽവേ, വൈദ്യുതി, ഉരുക്ക് നിർമ്മാണം, യന്ത്രനിർമ്മാണം, വാർത്താവിനിമയം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടുള്ള ഒരു വികസന പരിപാടി ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ തേർഡ് 5 ഇയർ പ്ലാൻ വരുമ്പോൾ അടുത്ത 61 ടു പീരിയഡ് 66 വരെയുള്ള പീരിയഡ് വരുമ്പോൾ നമുക്ക് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. കാരണം 3-ാം പദ്ധതി കാലം വരുമ്പോഴേക്കും 1-ാം പദ്ധതിയും പെർഫെക്റ്റായിട്ട് കംപ്ലീറ്റ് ആയില്ല, 2-ാം പദ്ധതിയും പെർഫെക്റ്റായി കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ നമ്മൾ 3-ാം പദ്ധതിയിൽ പ്രാധാന്യം കൊടുത്തത് ഈ 1-ാം പദ്ധതിയിൽ ബാലൻസ് ചെയ്ത കാര്യങ്ങളും 2-ാം പദ്ധതിയിൽ ബാലൻസ് ചെയ്ത കാര്യങ്ങളിലൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് അതിനെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അതുപോലെ തന്നെ ആ ബാക്കി വെച്ച കാര്യങ്ങൾ, കൃഷിയും വ്യവസായത്തിനൊക്കെ ബാക്കി വെച്ചതൊക്കെ ഫുൾഫിൽ ചെയ്യുക എന്നായിരുന്നു അതിൻ്റെ എയിം. പിന്നെ ഒരു ചെറിയ കംപ്ലൈൻറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ മേഖലയ്ക്ക് കൂടുതൽ പണം ചിലവാക്കണോ, അഗ്രികൾച്ചർ മേഖലയ്ക്ക് പണം വളരെ കുറച്ചാണ് ചിലവാക്കണം എന്ന പരാതിയൊക്കെ അവിടെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും 3 പദ്ധതികളിലൂടെ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കുകയും ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ അടുത്ത കാര്യങ്ങളാണ്. നമ്മളുടെ കീ കോൺട്രവേഴ്സസ്, അതായത് പ്രധാനപ്പെട്ട വിവാദങ്ങൾ. പഞ്ചവത്സര പദ്ധതിക്ക് ശേഷം നമ്മുടെ രാജ്യത്തിൽ എന്തൊക്കെ വേണം, കൃഷിയാണോ ഏറ്റവും കൂടുതൽ ആവശ്യമായത്, വ്യവസായങ്ങളാണോ ഏറ്റവും കൂടുതൽ ആവശ്യമായത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിന് മുമ്പ് മക്കൾ ഓർത്ത് വയ്ക്കാം, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1951 ടു 56, 2 56 ടു 61, 3 61 ടു 66. 1-ാമത്തേൽ അഗ്രികൾച്ചറിന്, 2-ാമത്തേന് ഇൻഡസ്ട്രിയിൽ, 3-ാമത്തേത് ഈ 2 പ്രോസസ്സിനും ഡെവലപ്മെൻറ്റ് കൊടുക്കുക. 1-ാമത്തേത് ഡോക്ടർ KN രാജ്, 2-ാമത്തെ പദ്ധതി PC മഹൽനോബീസാണ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 മാർച്ച് മാസത്തിലാണ്. പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ, ഫസ്റ്റത്തെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഇപ്പോഴത്തെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഒന്ന് ഓർത്തു വെച്ചോളൂ, എല്ലാറ്റിൻ്റെയും ചെയർമാൻ, അതായത് പഞ്ചവത്സര പദ്ധതിയുടെ ചെയർമാൻ, പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ആര് തന്നെയാണ്, ആരാണോ പ്രൈം മിനിസ്റ്ററായി വരുന്ന വ്യക്തി അദ്ദേഹം തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് വരുന്ന കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ക്ലാസ് കാണണം, കേൾക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കാണുന്ന എല്ലാവർക്കും കൂടുതൽ പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരീക്ഷകൾ നന്നായി എഴുതാൻ പറ്റട്ടെ എന്ന് പറയുന്നു. ഓക്കെ അമ്മ, അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കാണാം.